ഓം നമോ ഭഗവതേ വാസുദേവായ. വത്സാസുരമോക്ഷം. കുട്ടികളെ, നിങ്ങൾക്ക് കഥ കേൾക്കണ്ടേ? എല്ലാവരും ഇവിടെ വന്നിരുന്നോളൂ, മുത്തശ്ശി കഥ പറയാം. വൃന്ദാവനത്തിലെത്തിയപ്പോൾ കൃഷ്ണനും ബലരാമനും വലിയ സന്തോഷമായി. കൃഷ്ണൻ ബലരാമൻ ജ്യേഷ്ഠനെപ്പോലെ ഓടിക്കളിക്കാൻ തുടങ്ങി. ഗോപന്മാരും ഗോപികമാരും അവരവരുടെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. കുട്ടികളെല്ലാവരും ചേർന്ന് ഗോക്കളെ മേയ്ക്കാൻ കാളിന്തി തടത്തിലേക്കും പോയി. അവിടെ ഗോക്കൾക്ക് വേണ്ടത്ര പുല്ലും ചെടികളും ഉണ്ടായിരുന്നു. പിന്നെ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ ഓടക്കുഴൽ. കൃഷ്ണൻ ഓടക്കുഴൽ വിളിക്കാൻ തുടങ്ങി. ബലരാമൻ വടിയുമെടുത്ത് ഗോക്കളുടെ പിന്നാലെ നടന്നു. ഗോക്കളെയെല്ലാം നിയന്ത്രിക്കണമല്ലോ, അത് ബലരാമൻ്റെ ജോലിയാണ്. കൃഷ്ണൻ്റെ കൂട്ടുകാരെല്ലാം ഓടക്കുഴൽ നാദം കേട്ട് നൃത്തം വയ്ക്കാൻ തുടങ്ങി. കാലിലെ ചിലങ്കയും കിലുക്കി കൃഷ്ണനും രാമനും കളിക്കാൻ തുടങ്ങി. കൂട്ടുകാർക്ക് വലിയ സന്തോഷമായി. അവർ മതിമറന്ന് കളിക്കാൻ തുടങ്ങി. പിന്നീട് അവർ നൃത്തം നിർത്തി ഒളിച്ചു കളിക്കാനും മരത്തിൽ കയറി കുരങ്ങന്മാരെ പോലെ തൂങ്ങിക്കളിക്കാനും പച്ചിലകൾ തുന്നി തൊപ്പിയുണ്ടാക്കാനും മണ്ണെടുത്ത് ചോറും കറിയും വയ്ക്കാനും ഇങ്ങനെയുള്ള പലതരം കളികളും കളിക്കാൻ തുടങ്ങി. നിങ്ങളും ഇതുപോലെയെല്ലാം കളിച്ചിട്ടുണ്ടാവുമല്ലേ മക്കളെ? കളിച്ച് സമയം പോയത് അവർ അറിഞ്ഞില്ല. അവർ കാളിന്തിയിലിറങ്ങി കൈകാലുകൾ കഴുകി. പിന്നെ ഗോക്കളുടെ അടുത്തേക്ക് പോയി. അവരെയെല്ലാം കൂട്ടി വീട്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ അതാ അവിടെ ഗോക്കളുടെ കൂട്ടത്തിൽ പുതിയ ഒരു ഗോവത്സം. ഗോവത്സം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതൊരു പശുക്കുട്ടിയാണ്. കൃഷ്ണന് കാര്യം മനസ്സിലായി. കംസനെ പേടിച്ചാണ് ഗോകുലവാസികൾ വൃന്ദാവനത്തിലേക്ക് വന്നത്. അവിടേക്കും കംസൻ രാക്ഷസരെ വിട്ടിരിക്കുന്നു, കൃഷ്ണനെ കൊല്ലാനായിട്ട്. കൃഷ്ണൻ ബലരാമനോട് പറഞ്ഞു, ജ്യേഷ്ഠ, കംസൻ രാക്ഷസനെ പറഞ്ഞയച്ചിട്ടുണ്ട് നമ്മളെ കൊല്ലാൻ. അവനാണ് ആ പശുക്കുട്ടി എന്ന്. മറ്റുള്ള കൂട്ടുകാർക്കൊന്നും ഇതറിയില്ല. കൃഷ്ണനും രാമനും കളിച്ച് കുറച്ച് ദൂരേക്ക് പോയി. ആ പശുക്കുട്ടിയും അവരുടെ പിന്നാലെ പോയി. കൂട്ടുകാരിൽ നിന്ന് കുറച്ച് ദൂരെയായപ്പോൾ കൃഷ്ണൻ ആ പശുക്കുട്ടിയുടെ പിന്നിലെ 2 കാലും വാലും കൂടി പിടിച്ച് ചുഴറ്റി എറിഞ്ഞു. അത് അടുത്തുള്ള പ്ലാവിന്മേൽ തട്ടി താഴെ വീണു. അസുരൻ ചത്തുപോയി. പശുക്കുട്ടിയായി വന്നതുകൊണ്ട് ആ രാക്ഷസന് വത്സാസുരൻ എന്ന് പേര് വീണു. കൂട്ടുകാർ ഇതെല്ലാം ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവർക്ക് ആശ്ചര്യമായി. ഇത്ര ചെറിയ കുട്ടിയായ കൃഷ്ണൻ നമുക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നമ്മുടെ രക്ഷകനാണ് കൃഷ്ണൻ, നമ്മളെപ്പോലെയല്ല, കൃഷ്ണന് ദൈവീക ശക്തിയുണ്ട് എന്ന്. പക്ഷേ കൂട്ടുകാർക്കറിയില്ലല്ലോ കൃഷ്ണൻ ആരാണെന്നുള്ളത്. അങ്ങനെ എല്ലാവരും പശുക്കളെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. ഗോപന്മാരോടും ഗോപികമാരോടും നടന്ന സംഭവം പറഞ്ഞു. പക്ഷേ ആർക്കും അതത്ര വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 5 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരുടെയും സംശയം. കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ആലോചിച്ച് ചിലർക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നു, കൃഷ്ണൻ ചെയ്തിട്ടുണ്ടാവുമെന്ന്. എന്തായാലും ഗോക്കൾക്കും പിന്നെ കൃഷ്ണനും രാമനും കൂട്ടുകാർക്കും ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ഭാഗ്യം തുണച്ചു. എല്ലാം സാക്ഷാൽ നാരായണൻ്റെ കൃപ ഒന്നു മാത്രമാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അവരവരുടെ വസതിയിലേക്ക് പോയി. സർവം കൃഷ്ണാർപ്പണമസ്തു.